നമ്മുടെ നരേന്ദ്രമോദി പല പദ്ധതികളും രാജ്യത്തെ ജനങ്ങൾക്കായി കൊണ്ടുവരും. അത് പല സംസ്ഥാനങ്ങളും നല്ല രീതിയിൽ സ്വീകരിക്കുന്നവരുമുണ്ട്, അതിനെ സ്വീകരിക്കാതെ മുഖം തിരിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് എത്ര പേരിലേക്ക് എത്തി എന്നുള്ളതൊന്നും ഒരുപക്ഷെ രോഹിത് പറയുന്നത് വരെ ഞാൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതിയെ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായോ? ഈ പദ്ധതി കൊണ്ട് സാധാരണക്കാർക്ക്, നിർധനരായ ജനങ്ങൾക്ക് എന്താണ് ഗുണം? 70 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇന്നത് ഓർക്കാനുള്ള കാരണം, ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛനെയും കൊണ്ട് അപ്പുറത്ത് അക്ഷയയിലേക്ക് പോകാൻ നിൽക്കുകയാണ്, 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള മോദിയുടെ ഇൻഷുറൻസിൻ്റെ പോർട്ടൽ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. മോദിയുടെ ഇൻഷുറൻസിൻ്റെ പോർട്ടൽ ഓൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് അമ്മ ഉപയോഗിച്ച വാചകം. അമ്മ വലിയ CPM കാരിയാണ്, എന്നിട്ട് അമ്മ ഉപയോഗിച്ച വാചകം അതാണ്. അപ്പോൾ നമ്മൾ ശരി, അപ്പോൾ ആയുഷ്മാൻ പദ്ധതിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും അത് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇതിനെക്കാൻ തീരുമാനിച്ചത്. 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിധിയാണ് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിൽ ഒരു ഏജ് കാറ്റഗറിയൊക്കെ ഉണ്ടാകും. 70 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയൊന്നും കിട്ടാൻ വളരെ സാധ്യതകൾ കുറവാണ്. അപൂർവം ചില കമ്പനികൾ മാത്രം 1-2 പ്ലാനുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മുൻകാലം തൊട്ട് അവരുടെ ഇൻഷുറൻസ് എടുത്ത് വരുന്നവർക്ക് മാത്രമായിരിക്കും അത് ബാധകമായിട്ട് വരിക. നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ കയ്യിൽ പണമില്ലെങ്കിലും ഒന്നും പേടിക്കാതെ ആശുപത്രിയിലേക്ക് പോകാൻ ഏതൊരു സാധാരണക്കാരനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നൊരു പദ്ധതി. ആ പദ്ധതിയിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി KM മാണി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നു. കാരുണ്യ ലോട്ടറിയിലൂടെ ഫണ്ട് സമാഹരിച്ച് അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കുക. അതിൻ്റെ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥയൊക്കെ പറയാതെ തന്നെ എല്ലാവർക്കും അറിവുള്ളതാണ്. 60% പൈസ, അതായത് ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ 60% കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനും 40% കേരള സർക്കാർ അല്ലെ സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനുമാണ് വേണ്ടത്. കേരളത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷേ നാളിതുവരേക്കും കേരളം ഭരിക്കുന്ന LDF സർക്കാർ, പിണറായി സർക്കാർ ഈ പദ്ധതി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പോർട്ടൽ ഓണാക്കി. ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചു വരികയാണ്. വരുമാനത്തിൽ താഴ്ന്നു നിൽക്കുന്നവർ, ഇപ്പോൾ ഒരു വരുമാനത്തിൻ്റെ കാറ്റഗറി ഒന്നും പറഞ്ഞിട്ടില്ല. റേഷൻ കാർഡ് BPL ആകണമെന്നോ APL ആകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും നിർധനരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡുമായി അക്ഷയ സെൻറ്ററുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പോർട്ടൽ സർവീസ് കൊടുക്കുന്ന സർവീസ് കേന്ദ്രങ്ങളുണ്ട്, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 60 മിനിറ്റോ അരമണിക്കൂറോ കൊണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പോർട്ടലിൽ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ വരുന്ന OTP കൊടുക്കുക, പിന്നീട് വിരലടയാളം അടക്കമുള്ള തമ്മിൽ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇത് രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ പദ്ധതി മാക്സിമം ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് സർക്കാർ ആശുപത്രികളിൽ മാത്രമാണോ അതോ? സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ചില ആശുപത്രികളൊക്കെ ലിസ്റ്റ്, ഗോകുലം മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആശുപത്രികൾ ഇതിലേക്ക് വരും. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആശുപത്രികളും ഇതിലേക്ക് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാണ്. ഇപ്പോൾ ധനികോ എനിക്കോ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖം വന്നാലും ഒരു ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുമ്പോൾ എനിക്ക് പേടിയില്ല. കാരണം എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ബില്ല് അവിടെ നിന്ന് അടഞ്ഞു പോകും, ക്ലെയിമായി പൊക്കോളും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ അക്കൗണ്ടിലൊന്നും പൈസ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്ക് എന്താ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ പോലും ഒരു പക്ഷേ രക്ഷകർത്താക്കൾക്ക് ഇൻഷുറൻസ് ആവും, അവർക്ക് എന്താ പ്രായമായില്ല, ഇനി എന്തിനാ ഇൻഷുറൻസ് എന്ന് ചിന്തിക്കുന്നിടത്താണ് മോദിയുടെ ഒരു കരുതൽ, ഒരു കാരുണ്യ പദ്ധതി എന്ന രീതിയിൽ ഈ ഒരു പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. നമുക്ക് 40% പൈസ മാത്രമാണ് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ വേണ്ടത്. അതായത് ഈ പറയപ്പെടുന്ന 5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ 60% പൈസയും ഇൻഷുറൻസ് പരിരക്ഷ കവറേജ് വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കൊടുക്കും, 40% സംസ്ഥാന സർക്കാർ കൊടുക്കും. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള താല്പര്യക്കുറവ് കൊണ്ടോ മാത്രമാണ് ഇതിന് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിന് മുഖം തിരിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണക്കാർ ഇതിൻ്റെ രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ കേന്ദ്രവിഹിതം മാത്രമായിട്ട് ലഭിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. അത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ലഭിക്കുമായിരിക്കും. അതായത്
ധന്യയുടെ പിതാവോ മാതാവോ 70 വയസ്സിന് കഴിഞ്ഞ ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു, 1 ലക്ഷം രൂപ ബില്ലാകുന്നു എന്ന് വെച്ചു. അതിൽ 60% പൈസ 60,000 രൂപ കേന്ദ്ര സർക്കാരും 40,000 രൂപ സംസ്ഥാന സർക്കാരുമാണ് നൽകേണ്ടത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ 60% കേന്ദ്ര സർക്കാരിന്റെ പൈസ മാത്രം ലഭിക്കുവാനുള്ള സാധ്യത നിലവിൽ നമുക്ക് കാണാൻ കഴിയും. കേന്ദ്ര സർക്കാർ എന്തായാലും ഈ പദ്ധതിയുമായിട്ട് കൈകോർക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, ഇതിപ്പോ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം, പ്രത്യേകിച്ച് 70 വയസ്സ് കഴിഞ്ഞവർക്ക്. ഇപ്പൊ രോഹിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞില്ലേ അച്ഛനും അമ്മയ്ക്കും, ഇനി എന്തിനാ ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്ന മക്കളാണ് ഭൂരിഭാഗം ഇപ്പോഴുള്ളത്. പക്ഷേ ആ സമയത്തും ഇത് ജനങ്ങൾക്ക് മുഴുവൻ, ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ഈ ഇൻഷുറൻസ് പദ്ധതി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തതിന്റെ മെയിൻ കാര്യം ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരിക്കും. നമുക്കറിയാം, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. പെൻഷൻ കൊടുക്കാൻ സാധാരണക്കാരന് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. കരാറുകാരുടെ ബില്ലുകൾ മാറിക്കൊടുക്കാൻ പൈസ ട്രഷറി നിയന്ത്രണത്തിലാണ്. ഒരുപാട് കരാറുകാർക്ക് പണി ചെയ്തതിൻ്റെ പണം ഇപ്പോഴും ലഭിക്കാറുണ്ട്. വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ തറപ്പിച്ച് പറയുന്നു. അത്തരത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ, പണം, കരാറുകാരുടെ പണം പോലെയുള്ള പദ്ധതികൾക്കൊന്നും പണമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എഴുതുകയാണ് പണമില്ലാത്തതിനാൽ. ആ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്നത് പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ഇങ്ങനെ ഒരു പദ്ധതി വന്നാൽ ആളുകൾ 2 കൈ നീട്ടി ഇതിനെ സ്വീകരിക്കും. അതിലൊരു സംശയവും വേണ്ട. എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യും. ഇവർക്കൊക്കെ അസുഖം വരുമ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഈ പണങ്ങൾ നൽകേണ്ടി വരും. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെയും ജനറൽ ഹോസ്പിറ്റലുകളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ് സമീപിക്കുക. അപ്പോൾ ഈ പദ്ധതിയിൽ പെടുന്നവർക്ക് ഈ കവറേജ് കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ പൈസ കൊടുത്തേ പറ്റൂ. അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഇതിൽ നിന്ന് മുഖം തിരിച്ച് നിന്നാൽ ഒരു പക്ഷേ കുറച്ച് കാലത്തേക്കെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന ചിന്തയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള ചാൻസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിനാണ് മൈലേജ് ലഭിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ അച്ഛന് തന്നെയാണ് ആ ക്രെഡിറ്റ് വേണ്ടത്, അല്ലാതെ ആശുപത്രിയിൽ പോയി കൂട്ടിരുന്നവർക്കല്ല, അല്ലെങ്കിൽ ആശുപത്രിയുടെ ബില്ല് കൊണ്ടുപോയി പൈസ അച്ഛൻ്റെ നിന്ന് മേടിച്ച് അവിടെ കൊണ്ടുപോയി അടച്ചവർക്കല്ല അതിൻ്റെ ക്രെഡിറ്റ് വേണ്ടത്. ഇത്രയും വലിയ നല്ല പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കേന്ദ്ര സർക്കാരിന് അവകാശപ്പെട്ടതാണ്. അത് ലഭിക്കാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത്. എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ളത്, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ 70 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഉറപ്പായും അവരെ കൊണ്ടുപോയി അക്ഷയ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങളിലോ ഒക്കെ പോയിട്ട് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് അത്രയും മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. നോക്കൂ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇത്തരത്തിൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ നമുക്ക് മുദ്രാ യോജന 10 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലൂടെ അത് 20 ലക്ഷം രൂപയാക്കി. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിനെ അവഗണിച്ചു എന്ന് വലിയ രീതിയിൽ പറയുമ്പോഴും ഈ ഒരു സാധ്യത ആരും കാണാതിരിക്കുകയാണ്. എനിക്കറിയാവുന്ന എത്രയോ പേർ മുദ്രാ ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് വിജയിച്ചവരുണ്ട്. സ്വന്തം കയ്യിൽ പോയിട്ട് പരാജയപ്പെട്ടവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ലോണിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ മുദ്രാ വായ്പ കിട്ടും. ഞാനൊരു കട്ടയെടുത്താൽ, ഒരു രജിസ്ട്രേഷൻ എടുത്താൽ, ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ എനിക്ക് ഈ ബിസിനസ് ചെയ്യുവാനുള്ള പണം, അത് 50,000 ആകട്ടെ, 2 ലക്ഷം ആകട്ടെ, 5 ലക്ഷം, ഇപ്പോൾ അത് 20 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാർ ബാങ്കുകളിലൂടെ, ദേശ സർക്കാർ ബാങ്കുകളിലൂടെ വായ്പയായി കൊടുക്കുകയാണ്. വലിയ പദ്ധതിയാണ്. ആളുകൾക്ക് മനസ്സിലാകാതെ ജൻധൻ യോജന വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, എല്ലാവരെയും കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചിട്ട് എന്തിനാണ്? ഇവരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ അക്കൗണ്ടിലാക്കി. ഇടനിലക്കാർ ഇത് പറ്റിക്കുന്നതൊക്കെ മാറ്റുന്നതിന് വേണ്ടി അക്കൗണ്ടിലാക്കി. ഗ്യാസിന് സബ്സിഡി കൊടുത്തതൊക്കെ, അത് 1-2 ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ട് കുറേ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അത് വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഈ പറയപ്പെടുന്ന വീടുകളിലേക്ക്, സാധാരണക്കാരുടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി, അത്തരത്തിൽ എണ്ണി പറഞ്ഞാൽ എത്രയോ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. രാജ്യസഭാ എംപിമാരെ കൊണ്ടും ലോക്സഭാ എംപിമാരെ കൊണ്ടും ഓരോ പഞ്ചായത്തുകൾ ഒരു ദത്തെടുപ്പിച്ചു. വലിയ പദ്ധതിയാണ്. സുരേഷ് ഗോപിയൊക്കെ ദത്തെടുത്ത പഞ്ചായത്തുകളൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ അടുത്ത തവണത്തേക്ക് വീണ്ടും അവരുടെ പ്രയാണത്തിന് സഹായകരമായത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ജോലിയുള്ള കഴിഞ്ഞ 70 വയസ്സായ റിട്ടയർഡ് ആയവർക്ക് അവർക്ക് കിട്ടില്ല. അവർ ഇതിന് വരുമാനം ഒരു ഫാക്ടറായിട്ട് വരും. ഒരു വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ വരുന്നവർക്കാണ് നിലവിൽ വരാൻ പോകുന്നത്. കാരണം മറ്റവർക്ക് നിലവിൽ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളിൽ ഭാഗമായവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവർക്ക് ഇൻഷുറൻസ് പദ്ധതികളും അവർക്ക് പെൻഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഇത് ഭാഗമായിട്ട് സാധാരണക്കാരെ ഉദ്ദേശിച്ച് ആണ് ഈ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്.